ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ക്രിസ്മസ് പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒത്തിരി കുഞ്ഞുങ്ങൾ പരീക്ഷയെ ഭയത്തോടെ കാണുന്നുണ്ട്. ഈ ഭയം നീക്കാനും അവർക്ക് ആത്മവിശ്വാസം ലഭിക്കാനും ഇന്ന് തുടങ്ങുന്ന പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാനും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ ഓരോന്നും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ സഹായം ഇന്ന് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങൾ എല്ലാ മേഖലയിലും സംരക്ഷിതരാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കർത്താവ് ഇന്ന് നമ്മെ രക്ഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ നാം അറിയാതെ ഉള്ള അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് പോലും കർത്താവ് നമ്മെ രക്ഷിക്കുന്നുണ്ട്. പ്രാർത്ഥന ഏറ്റവും വലിയ ശക്തിയാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ആയുധമാണ്, വിജയത്തിനുള്ള ആയുധമാണ് പ്രാർത്ഥന. ഏത് പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ഏറ്റവും വലിയ ശക്തമായ ആയുധമാണ് പ്രാർത്ഥന. അതിനാൽ പ്രാർത്ഥിക്കാൻ എപ്പോഴൊക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുന്നോ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, അതിനുത്തരം നൽകിയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ദൈവത്തിൽ നിന്നും ചോദിക്കുന്നത് നിങ്ങൾ സ്വീകരിക്കാൻ യോഗ്യരാണ് എന്ന് ദൈവം കാണുന്ന നിമിഷം നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. അതിനാൽ പ്രാർത്ഥിക്കുക, അത് നടക്കുമെന്ന് വിശ്വസിക്കുക. അത് നടന്നാൽ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തണം, ഞാൻ അതെങ്ങനെ ദൈവത്തോട് നന്ദി പറയണം, ദൈവവുമായുള്ള എൻ്റെ ബന്ധം പിന്നീട് എങ്ങനെ വർദ്ധിപ്പിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഓർക്കുക. ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക. ഓരോ ആവശ്യങ്ങളിലും ദൈവം നിങ്ങളെ സഹായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും അതും ഓർക്കുക. ദൈവത്തോട് കൂടുതൽ അടുക്കാനായി ഇതൊരു കാരണമാകണം എന്നും ഓർത്ത് വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 57:5 മുതലുള്ള വാക്യങ്ങൾ. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു, എൻ്റെ മനസ്സ് ഇടിഞ്ഞുപോയി. അവർ എൻ്റെ വഴിയിൽ കുഴി കുഴിച്ചു, അവർ തന്നെ അതിൽ പതിച്ചു. എൻ്റെ ഹൃദയം അചഞ്ചലമാണ്. ദൈവമേ, എൻ്റെ ഹൃദയം അചഞ്ചലമാണ്. ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. എൻ്റെ ഹൃദയമേ ഉണരുക, വീണയും കിന്നരവും ഉണരട്ടെ. ഞാൻ പ്രഭാതത്തെ ഉണർത്തും. കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ്. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് നിന്റെ സഹായം ആഗ്രഹിച്ച് നിന്റെ കൃപയ്ക്കു വേണ്ടി, നിന്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ സഹായമായി, അനുഗ്രഹമായി നീ വരണമേ. കർത്താവേ, ഇന്നോളം നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നീ സംപ്രീതനായി. നീ അനേക കാര്യങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചത് നീ സാധിച്ചു തന്നു. എന്നാൽ ചില കാര്യങ്ങൾ ഇനിയും സാധിച്ചിട്ടില്ല. കർത്താവേ, അത് നീ ഞങ്ങളെ യോഗ്യരാക്കുന്നതിനു വേണ്ടി ആണ് കാലതാമസം എടുക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ ഞങ്ങളെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ മനോഭാവം എന്തായിരിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുവോ ഇന്ന് ഞങ്ങൾക്കത് വെളിപ്പെടുത്തി തരണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹം സ്വീകരിച്ച്
നിന്നിലേക്ക് കൂടുതൽ അടുക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയിലൂടെ സഹായിക്കണമേ. ഞങ്ങൾക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ, കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ, കൂടുതൽ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ, കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി. ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ കടമ്പ, പരീക്ഷ എന്ന കടമ്പ ജീവിതത്തിൽ അത് സ്വീകരിച്ചേ പറ്റൂ, അതിനെ അഭിമുഖീകരിച്ചേ പറ്റൂ എന്ന ഒരു മനോഭാവം കുഞ്ഞുങ്ങൾക്ക് നൽകി അതിനെ ഭയത്തോടെ കാണാതെ എൻ്റെ ജീവിതത്തെ ഉയർച്ചയോ താഴ്ചയോ എന്ന് താരതമ്യം ചെയ്യുന്ന, എന്ന് പഠിക്കുന്ന ഒരവസരമായി ഈ പരീക്ഷയെ കണ്ട് ഞങ്ങളുടെ മക്കൾ പരീക്ഷയിൽ എല്ലാം ഓർത്ത് എഴുതുന്നതിന് അവരുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിച്ചു കൊടുക്കണമേ. ഈ എഴുതുന്ന പരീക്ഷയിൽ ഉന്നത വിജയം നൽകി ബോർഡ് എക്സാംസിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കണ്ണിൻ്റെ ഓപ്പറേഷനുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകർ ക്യാൻസറിൻ്റെ അടിമത്തത്തിൽ, വേദനയിൽ, ദുഃഖത്തിൽ, ദുരിതത്തിൽ കഴിയുന്നു, ഭയത്തിൽ കഴിയുന്നു. കർത്താവേ, ഈ രോഗത്തിന് സൗഖ്യമുണ്ട് എന്ന് നിന്നിൽ ഞാൻ ഏറ്റുപറയുന്നു. ഈ രോഗത്തിന് സൗഖ്യമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ കർത്താവിൽ നിന്നാണ് നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകുന്നത് എന്ന് ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് കർത്താവിന് സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് അത്ഭുതകരമായ സൗഖ്യം കർത്താവ് നൽകും. ഇന്ന് നിങ്ങളുടെ യാത്രകളിൽ കർത്താവ് കൂടെയിരുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും, ഇന്നത്തെ നിങ്ങളുടെ ഉദ്യമങ്ങളിലും കർത്താവ് വിജയം നൽകട്ടെ. ഇന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ, ഏത് സാഹചര്യത്തെയും ഞാൻ പ്രാർത്ഥനയിലൂടെ അതിജീവിക്കും എന്ന ആത്മവിശ്വാസത്തോടെ ഇന്നത്തെ ദിവസം സമ്പൂർണ്ണമാക്കാൻ, മനോഹരമാക്കാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഒരു പുത്തൻ അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും സഹായം നൽകി കൂടെയിരുന്ന് നമ്മെ സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.